നിങ്ങൾ എന്ത് ഗുണ്ടകളാ? കൈ കെട്ടാൻ ഒരു കയറ് പോലുമില്ല. എന്നിട്ട് എവിടെ ഇരിക്കുന്നു? അവിടെ ചേക്കുവാ. ഇവിടെയാണോ വെക്കുന്നേ? കെട്ട് കെട്ട്. ബാക്കിലല്ല ഫ്രണ്ടിൽ കെട്ട്. കൈ കെട്ടാനല്ലേ പറഞ്ഞത്. ഇങ്ങനെ കെട്ട്. ആ മുറുക്കി. ഒന്നുകൂടെ മുറുകട്ടെ. ആ തോർത്തില്ല? തോർത്തില്ലേ? മരമണ്ടന്മാരെ ഇത് അഴിക്കി 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 അഴിക്കി. മരമണ്ടന്മാര് വന്നേക്കുന്നു. തോർത്തുമില്ല, മര്യാദക്ക് ഒരു കയറുമില്ല. ഇത് കണ്ട, ഇതെടുത്ത് ഇതിങ്ങനെ കെട്ടണം. കൈ കെട്ട്. വീഡിയോ എടുക്കുന്നില്ലേ? എടാ മരമണ്ടന്മാരെ കത്തി എടുത്ത് കഴുത്തി വെച്ചിട്ട് വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തല്ലേ കാര്യം നടക്കൂ. നിനക്കൊന്നും ബുദ്ധിയില്ലേ? മണ്ടന്മാര് ഫോട്ടോ എടുത്തടാ. ഇത് നടുക്കായല. നിന്നെ കൊന്നു കളിയാ പോലും ഒരുത്തിനും അറിയാൻ പോകുന്നില്ല. എന്താടാ, ഞങ്ങക്ക് പ്രൊഫഷണൽസ് ഇല്ല അല്ലടാ. ബോസ് പറഞ്ഞതേ ഇവനെ കൊന്നേക്കാനാ. ഒരൊറ്റ കീറല് മതി, കഴുത്തിലെ ഞരമ്പ് പൊട്ടി ചോര ചീറ്റും. നീ ഞങ്ങള് മണ്ടന്മാരാന്ന് കരുതിയോടാ. നീ ഇവിടെ തീരാൻ പോവാ. അമ്മ ഒന്ന് കണ്ണു തുറക്കമ്മേ. കുറച്ചൊന്ന് ഫാസ്റ്റ് പോവോ? അമ്മേ അമ്മേ ഒന്ന് കണ്ണു തുറക്കമ്മേ. അമ്മേ അമ്മേ. ആകാശേ, അമ്മ അനങ്ങുന്നില്ലടാ. ചേച്ചി ഒന്ന് സമാധാനപ്പെടും പ്ലീസ്. ടെൻഷൻ ആവല്ലേ. അയ്യോ അമ്മേ. കണ്ണു തുറക്കമ്മേ. അമ്മേ അമ്മ ഒന്ന് കണ്ണു തുറക്ക്. ഈശ്വര, എന്റെ അമ്മയ്ക്കൊന്നും വരുത്തല്ലേ. കണ്ണൂർ നോക്കമ്മേ. ആകാശേ, ഒന്ന് വേഗം പോ. ചേട്ടാ കുറച്ചുകൂടെ സ്പീഡിൽ പോവോ പ്ലീസ്. പാവം ബാലൻ മാഷ്. ഇപ്പോഴും അയാളുടെ വിചാരം മോൻ തിരിച്ചു വന്ന് ചാരുവിന്റെ എഴുത്തി താലിയിട്ടെന്നോ ആയിരിക്കും. എടാ നപ്പാക്കുട്ടാ, നമുക്കിതൊക്കെ പൊളിച്ചാലും. അവൻ നമ്മുടെ കസ്റ്റഡിയിലാണ്, നമുക്കങ്ങ് പറയാം. അയാളുടെ ഉള്ളൊന്ന് പിടക്കട്ടെ. വേണ്ട, അത് സമയമാകുമ്പോ ഞാൻ പറഞ്ഞോളാം. അതെ, തൽക്കാലം നമുക്ക് ശാന്തമൂകരായിരിക്കാം. കല്യാണം നടക്കാത്തതിന്റെ വിഷമം രണ്ടുപേരുടെ മുഖത്തുണ്ടാവണം. അപ്പച്ചി ചുമ്മാതെ പോലെ ചിരിക്കില്ലേ? കുഞ്ഞോളെ, അമ്മായി തല കറങ്ങി വീണുന്ന്. സാരല്ല, ഒന്നല്ല, നീ പേടിക്കണ്ട. എന്നാലും പേടിക്കാതെ പാറു. എനിക്ക് ചേച്ചി ഒന്നല്ല. അവിടുന്ന് ഇനി എത്താത്തത്. ബാല, നീ ഒന്നുകൂടി ഫോൺ എടുത്താരോ? എന്തിനാ വിളിക്കും? ശരിയാണല്ലോ, ഒന്നുകൂടി വിളിച്ചു പോവാല. മൊബൈൽ സ്വിച്ച് ഓഫ് ആണ്. ഈശ്വര, ഇവരിത് എന്ത് പറ്റിയതാ? ബാല, ടെൻഷൻ ആവണ്ട. അമ്മയ്ക്ക് സുഖമില്ലാത്തറിഞ്ഞിട്ട് ടെൻഷനിലായിരിക്കും അവൻ.
ബൈക്ക് അവിടെ ഉണ്ടായിരുന്നോ? ഇനിയിപ്പോ ബൈക്ക് എടുത്ത് ഹോസ്പിറ്റലിൽ പോയതാവുമോ? എങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആക്കേണ്ട കാര്യമുണ്ടോ? ഇതിലെന്തോ ചതി നടക്കുന്നുണ്ട്. അത് ഉറപ്പാ ബാലമാഷെ. ആ ബാബുകുട്ടനും ഗുണ്ടകളും അരവിന്ദനെ തട്ടിക്കൊണ്ടുപോയതാ കല്യാണം മുടക്കാൻ വേണ്ടി. കലേഷ് സർ, വാ നമുക്ക് പോയി ചോദിക്കാം. വാ. ഏയ് മക്കളെ, ഇപ്പൊ വേണ്ട. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കാണിച്ചാ ചാരു അറിയും. നമുക്ക് എങ്ങനെയെങ്കിലും അരവിന്ദനെ കണ്ടുപിടിക്കണം. കൈലാഷേ, മോനെ, നിനക്കേതോ പോലീസ് ഓഫീസറെ പരിചയമുണ്ടെന്നല്ലേ പറഞ്ഞത്? അയാളെ വിളിച്ചാലോ? എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇനി മുഹൂർത്തത്തിന് കുറഞ്ഞ സമയമുള്ളൂ. പാവം എന്റെ ചാരുമോള്. നമ്മളെല്ലാം ഹേമ ഹോസ്പിറ്റലായതിന്റെ വിഷമത്തിലായെന്ന ആ പാവം വിചാരിച്ചിരിക്കുന്നത്. ഈശ്വര, എന്നാൽ ഈ സമയത്ത് അമ്മായിക്ക് വയ്യാതായത് എന്റെ സമയദോഷം കൊണ്ട്. അമ്മായിക്ക് എന്തായിന്ന് അറിഞ്ഞില്ലല്ലോ. അനുമോളെ, നീ ഒന്ന് അക്കുച്ചേട്ടനെ വിളിച്ചു നോക്ക്. ആ ശരി. ചാരു, ടെൻഷൻ അടിക്കാതെ. അമ്മ, എന്റെ അമ്മയ്ക്ക് എന്താ പറ്റിയേ? ഞങ്ങൾ നോയിക്കൊണ്ടിരിക്കുകയല്ലേ. തൽക്കാലം നിങ്ങൾ പുറത്ത് നിൽക്കുക. ചേച്ചി വാ. എന്നാലും ആകാശ്, നല്ലൊരു ദിവസമായിട്ട് നമ്മുടെ അമ്മ. ചേച്ചി കരയല്ലേ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ അവർ ഐസിയിലൂടെ മാറ്റുമായിരുന്നില്ലേ?